ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ആ ഗുണ്ടകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിനക്കൊന്നും വരാൻ പറ്റില്ല അല്ലേ? ഇല്ല മാഡം, വരാൻ പറ്റില്ല, തൽക്കാലം മനസ്സില്ല. നിനക്കൊക്കെ വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ ഞാൻ പോവാം, വാടോ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ആ ഗുണ്ടകൾ അങ്ങനെ വഴിക്ക് വാ എന്നും പറയുക. ഇത് കേട്ടത് നന്ദു ആണെങ്കിൽ തിരിഞ്ഞു നിന്ന് അയാളെ ഒന്ന് നോക്കി. അതിനുശേഷം ഒരൊറ്റ അടി കരണത്തിട്ട് അടി കൊണ്ടതും അവനാകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. അതിനുശേഷം എടി പെണ്ണായിട്ട് ഒരാണിൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന് നേരെ കൈ ഉയർത്തി. ആ കൈ തിരിച്ചൊടിച്ച് നന്ദു അവൻ്റെ മുതുകത്ത് കയറിയിരുന്ന ബാക്കിയുള്ളവർക്ക് ഇട്ടും കൊടുത്തു. ഇത് അടി കണ്ടതും നമ്മുടെ പോലീസുകാരൊക്കെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നന്ദുവിൻ്റെ അടി കിട്ടിയ ഗുണ്ട നീ എന്നെ തല്ലുവല്ലേടി, നീ എന്താടാ കരുതിയേ? പെണ്ണിൻ്റെ കൈക്കും കരുത്തുണ്ടടാ, പെണ്ണുങ്ങളെ അത്രയ്ക്ക് അങ്ങ് തരം താഴ്ത്തി കാണണ്ട, മനസ്സിലായോടാ? നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നെങ്കിലേ കൊണ്ടുപോയിരിക്കും, നടക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് അങ്ങ് വലിച്ച് കൊണ്ടുപോവുക. ഈ സമയം ജീപ്പിൽ കയറ്റി അവരെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേര് എൻ്റെ ഈശ്വര, അത് പെണ്ണ് തന്നെയാണോടാ? ആർക്കറിയാം. എൻ്റെ ദൈവമേ, എന്തൊരു ഇടിയായിരുന്നു, ഒരു 1.5 ഇടിയല്ലേ കിട്ടിയത്. ഇനി ദേഹം നന്നായിട്ടൊന്ന് ഒഴിയണം. ഒരു 1.5 ഇടിയായിരുന്നു. പിന്നീട് സ്റ്റേഷനിലാണ് കാണിക്കുന്നത്. അയാളെ വലിച്ചഴിച്ച് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അയാളുടെ ഭാര്യ പരാതി കൊടുത്ത അവൾ തന്നെയാണ്. എന്നിട്ട് അയ്യോ എൻ്റെ കുട്ടികളുടെ അച്ഛനെ തല്ലിയോ സാറേ? ഇപ്പം നിൻ്റെ കുട്ടികളുടെ അച്ഛനായോ? അല്ല, ഇത്രയും നേരം നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കണ്ടോ മാഡം, ഇതുകൊണ്ടാണ് ഈ കേസൊന്നും ഞങ്ങൾ ഏറ്റെടുക്കാത്തത് എന്നും കോൺസ്റ്റബിൾ പറയുക. അത് കേട്ടതും എൻ്റെ കുട്ടികളുടെ അച്ഛനെ എന്തിനാ സാറേ തല്ലിയത്? എടി നിൻ്റെ കുട്ടികൾക്ക് ഇവൻ ചെലവിന് തരുന്നുണ്ടോ? വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് സാറേ. ഇതിനു മുമ്പ് നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിനക്കൊന്നും നാണോമാനം ഇല്ലേ? ഇവനെയൊക്കെ കോടതി കയറ്റ്. അതിനുശേഷം ഇവൻ നിൻ്റെ കുട്ടികൾക്ക് മാസം മാസം ചെലവിന് കൊടുക്കട്ടെ, എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. അത് കേട്ടത് വേണ്ട സാറേ, എൻ്റെ കുട്ടികളുടെ അച്ഛനെ കോടതി ഒന്നും കയറ്റണ്ട, എനിക്ക് പരാതിയൊന്നുമില്ല. നിനക്കൊക്കെ എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? വെറുതെ ഇരിക്കുന്ന ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിയാണോ നീയൊക്കെ ഇങ്ങനെ കയറി വരുന്നത്? ഇനി ഇവനെ കൊണ്ട് പോയിട്ട് നാളെ വീണ്ടും ഇങ്ങോട്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറും. പരസ്യമായിട്ടിരുന്ന് ചീട്ട് കളിച്ചാൽ നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടാനുള്ള ഇത് ഞാൻ മേടിക്കും, കേട്ടല്ലോ? അത് കേട്ടതും മാഡം പേടിപ്പിക്കല്ലേ എന്നും അയാൾ പേടിപ്പിക്കല്ല, നിന്റെ കാരണം നോക്കി ഒരൊറ്റ പുകയൊക്കെ വേണ്ടത്. മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നോണം അവിടെ, മനസ്സിലായോടാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവരുടെ മക്കളെയും മര്യാദയ്ക്ക് നോക്ക്, അത് ഞാൻ തീരുമാനിച്ചോളാം എന്നും അയാൾ. അത് കേട്ടോടി, ഇവൻ്റെ വർത്തമാനം കേട്ടോ? ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ നിനക്ക് വേണോ? വേണം മാഡം, നാളെ എൻ്റെ മക്കളുടെ കല്യാണം നടക്കുമ്പോഴെങ്കിലും ഇവനെ എൻ്റെ കുട്ടികളുടെ അച്ഛനെ വേണ്ടേ? നാളെ ചെറുക്കൻ വീട്ടുകാർ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ട മാഡം. ശരിയാ, മോളുടെ മക്കളുടെ കല്യാണം നടക്കുമ്പോഴേ ചൂണ്ടിക്കാണിക്കാൻ ഇവനെ കൊണ്ട് നിർത്തിക്കോ. അത് മാത്രമല്ല, കുറച്ച് കുടിക്കാനും കൂടെ മേടിച്ചു കൊടുത്തേരെ, അപ്പം പിന്നെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ. അപ്പം പിന്നെ ചെറുക്കൻ വീട്ടുകാർ പെട്ടെന്ന് തന്നെ അഭിമാനത്തോടെ പറഞ്ഞോളും എൻ്റെ അമ്മയച്ഛനൊരു വലിയ കുടിയനാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഇതാക്കും. മര്യാദക്ക് വിളിച്ചുകൊണ്ട് വയ്ക്കോ. ഇനി മേലെ പരാതിയുമായിട്ട് സ്റ്റേഷനിലേക്ക് വന്നേക്കരുത്, മനസ്സിലായല്ലോ? ഇനി വന്നാൽ നീയായിരിക്കും മേടിക്കാൻ പോകുന്നത്. ശരി മാഡം, എൻ്റെ കുട്ടികളുടെ അച്ഛനെതിരെ ഒരു പരാതിയില്ല മാഡം എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ. വാ ചേട്ടാ, കയ്യിന്ന് വിടറി മാഡം, നമുക്ക് കാണാം എന്ന് പറയുമ്പോഴേക്കും നന്ദുവിന് കലി കയറി. നീ എന്ത് കാണിക്കാനാടാ എന്നോട് കാണാമെന്ന് പറഞ്ഞത്? കാണണമെന്ന് തോന്നുമ്പോഴേ നീ എന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് വീണ്ടും അവൻ്റെ കരണത്തിട്ടൊന്ന് കൊടുക്കുക. അയ്യോ, എൻ്റെ കുട്ടികളുടെ അച്ഛനെ തല്ലല്ലേ മാഡം, വിളിച്ചോണ്ട് പോടി ഇവനെ എന്നും പറഞ്ഞ് നന്ദു ആട്ടിപ്പായിക്കുക. അപ്പോഴേക്കും 2 പേരും അങ്ങ് പോയി. 2 പേരും പോയി കഴിഞ്ഞതും കണ്ടോ മാഡം, ഇവരുടെയൊക്കെ സ്വഭാവം ഇതാ, നമ്മൾ പിടിച്ചോണ്ട് വന്നു കഴിയുമ്പോൾ അവസാനം കാല് മാറും. ഇതുകൊണ്ടാണ് ഞാനും ഇവരൊക്കെ ഈ കേസൊന്നും ഇടപെടാത്തത്. അതുകൊണ്ടൊന്നുമല്ല, അവനൊക്കെ എങ്ങോട്ട് കയറി വന്ന് നിങ്ങളെ ഇടിക്കുമെന്നുള്ളൊരു പേടിയാ. ഒരു കാര്യം പറയാം, വയസ്സ് ഇത്രയായല്ലോ, ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് ജോലി ചെയ്യ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഇട്ടിരിക്കുന്ന യൂണിഫോമത്തിനോട് കുറച്ചെങ്കിലും നന്മ പുലർത്ത് എന്നും പറയുക. എന്നിട്ട് നന്ദു അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം തന്നെ അവരുടെ ഒരു തിളപ്പ് കണ്ടില്ലേ? ഈ സ്റ്റേഷനെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ,
അതുകൊണ്ടാണ് ഇത്രയും തിളപ്പ്. ആ കുറച്ചങ്ങ് പോട്ടെ, അപ്പോഴല്ലേ വിവരം അറിയൂ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഇനി അവന്മാരുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഇങ്ങോട്ട് ബോംബ് എറിയാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ്. നയന നന്നായിട്ട് അപ്പോഴേക്കും ദേവയാനി ചായ കൊണ്ടുവരാം. മോളെ എന്നാ ചായ. അമ്മ എന്തിനാ അമ്മയെ ഉറക്കം വിളിക്കുന്നേ? അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? അത് കേട്ടതും എനിക്കൊരു വയ്യായികയില്ല. മോളുടെ കരൾ സ്വീകരിച്ചതിന് ശേഷം ഞാനിപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ നയന അന്ന് പറഞ്ഞേ, ഞാൻ ഉറക്കം നിൽക്കുമ്പോൾ അമ്മ എന്തിനും ഉറക്കം നിൽക്കുന്നേ? എൻ്റെ മോളെ, നീ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഈ കുടുംബത്തിന് വേണ്ടി നീ ഇങ്ങനെ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുമ്പോൾ ഞങ്ങളും സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് ശരിയാണോ? വിഷുവിന് മൂർത്തീസ് ജ്വല്ലറിയിലെ സെയിൽ നന്നാക്കാനാണ് നീ പെടാപ്പാട് പെടുന്നതെന്ന് ഞങ്ങൾക്ക് പറയാം. അതുകൊണ്ട് തന്നെ നിൻ്റെ ഒപ്പം ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. അത് കേട്ടതും അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഉറക്കമൊഴിക്കുന്നതിൽ ഒരു ശീലമായി. അമ്മയ്ക്ക് അങ്ങനെയല്ല, അസുഖങ്ങൾ വരും. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാവില്ല. ശരി, ഞാൻ നിനക്കൊരു ചായ ഇട്ട് തരാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അല്ല മോളെ, ഡിസൈൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ മൂർത്തീസ് ജ്വല്ലറി ഈ വർഷവും പൊടി പൊടിക്കുന്ന തോന്നുന്നേ എന്നൊക്കെ പറയാണ്. അത് പിന്നെ ഞാൻ വിചാരിച്ചത് ചെയ്തിരിക്കുമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ സംസാരിക്കുക. ഷോ, എന്നാലും അനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറയണം. അതിനെക്കുറിച്ചൊന്നും അമ്മ ഇനിയിപ്പോൾ പറയണ്ട. എന്തായാലും രാത്രിയായി, അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ നവ്യാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വരിക. അപ്പോൾ ദേവയാനി, അയ്യോ കുഞ്ഞിനെയും കരച്ചിൽ നിർത്തിയില്ലേ മോളെ? ഇല്ല അമ്മായി. എന്ത് ചെയ്യാനാ, ഭയങ്കര കരച്ചില. അഭിയെടുത്തിട്ടൊന്നും കരച്ചിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയണം. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ. നമുക്കേ നാളെ വേറെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക. ദേവയാനി പോയി കഴിഞ്ഞതും നമ്മുടെ നവ്യ നയനയോട്, നീ എന്തിനാ നയനെ ഇങ്ങനെ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നേ? എത്ര ഉറക്കൊഴിഞ്ഞിരുന്ന് കഷ്ടപ്പെട്ടാലും നിന്റെ ജീവിതം മാറി മറിയാനൊന്നും പോകുന്നില്ല. അയാൾക്ക് നിന്നോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ നിന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടൊന്നും അല്ല നയനെ. എന്തിനാ നീ അയാൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് കേട്ടതും, എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ആദർശേട്ടനോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഒരിക്കലും ആദർശേട്ടൻ എന്നെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദർശേട്ടനെ എല്ലാം എനിക്കിപ്പോൾ ആദർശേട്ടനോടുള്ള സ്നേഹം കൂടി. എടി, എന്തൊക്കെ പറഞ്ഞാലും ആ ചന്തുമോളുടെ അച്ഛനാണ് അയാൾ, ഒരു പെൺകുട്ടിയെ ചതിച്ച ആൾ. അങ്ങനെയുള്ളപ്പോൾ നിനക്കെങ്ങനെയാ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നത്? ചേച്ചി, ഞാനൊരു കാര്യം പറയാം. എനിക്കിങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദർശേട്ടന് മുമ്പ് ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടായി. ആ ഇഷ്ടത്തിലൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ ആദർശേട്ടൻ കൈവിട്ടില്ലല്ലോ, കൂടെ നിർത്തിയിരിക്കുമല്ലേ. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടനോ എന്ത് തെറ്റ് ചേച്ചി ചെയ്ത തെറ്റ് മറച്ചു വെച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആദർശേട്ടനോട് ഒരു ദേഷ്യമില്ല, ഇഷ്ടക്കൂടുതലേ ഉള്ളൂ എന്നും പറഞ്ഞ് നയന നല്ല മറുപടി കൊടുക്കുക. ഇത് കേട്ടതും, എത്ര പറഞ്ഞാലും നീയൊന്നും പഠിക്കില്ല. എന്തു ചെയ്യാനാ? നിന്റെ അവസ്ഥ വേറെ ഏതെങ്കിലും പെണ്ണിനായിരുന്നെങ്കിലേ ഇന്ന് അവൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഓരോരോ ജോലിയല്ല ചെയ്യുന്നത്, അവനെ ഇട്ടേ ചെന്നേക്കുമായിട്ട് ഓടി തന്നെ. അത് കേട്ടതും, അതൊക്കെ ഒരു ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത സ്ത്രീകൾ. പക്ഷേ എൻ്റെ ആദർശേട്ടനെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ചേച്ചി. ഭർത്താക്കന്മാരെ മനസ്സിലാക്കാൻ പഠിക്കണം, എന്നാലേ ഒരു കുടുംബം സന്തോഷമുള്ള കുടുംബമായി മാറും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് വരച്ചുകൊണ്ടിരിക്കുക. നവ്യ നയന ശ്രദ്ധിക്കാതെ ആയപ്പോഴത്തേക്കും നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ കട്ടിലെ കിടക്കുക, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോഴേക്കും അനി നന്ദുവിനെ ഫോൺ വിളിക്കുക. അനി വിളിക്കുന്നു. നന്ദുവിന് നല്ല സന്തോഷമായി. പക്ഷെ ഫോൺ എടുത്തില്ല. ഫോൺ എടുത്ത പ്രശ്നമാവെന്ന് കരുതി നന്ദു മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അനി മെസ്സേജ് അയക്കുക. നന്ദു, ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? ഒന്ന് എടുക്കും നന്ദു. അപ്പോൾ നന്ദു റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യം കയറുക. അവളെന്താ എൻ്റെ മെസ്സേജിനൊരു റിപ്ലൈ പോലും തരാത്തത്? അപ്പോൾ അത് കേട്ടിട്ട് നന്ദുവിനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ഈ സമയം നമ്മുടെ അനി വീണ്ടും മെസ്സേജ് അയക്കുക. അപ്പോൾ ആ വോയിസ് പെട്ടെന്ന് തന്നെ നന്ദു ഇങ്ങനെ എടുത്ത് കാതിൽ വയ്ക്കുക. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ അനി പറയുക, എടി എനിക്ക് റിപ്ലൈ എങ്കിലും താടി കൂതനെ. അത് കേട്ടതും നമ്മുടെ നന്ദുവിനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. ഇവൻ്റെ ഒരു കാര്യം, എനിക്ക് ഫോൺ എടുക്കണമെന്നുണ്ട് അനി, പക്ഷെ എന്ത് ചെയ്യാനാ, പേടിയാ, നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാ എന്നും നന്ദു ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് കിടക്കുക. ഈ സമയം ഇവളെന്താ ഞാൻ വീണ്ടും ചീത്ത വിളിച്ചിട്ട് പോലും തിരിച്ച് റിപ്ലൈ തരാത്തത്? ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി വീണ്ടും വിളിക്കുക. പക്ഷേ നന്ദു ഫോൺ എടുത്തില്ല. ഇവളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്, ഫോൺ എടുക്കുന്നില്ല. എന്തായാലും ഞാൻ വിടില്ലടി, നീ എൻ്റെ കോൾ എടുക്കാതെ നിന്നെ ഇന്ന് രാത്രി ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി വീണ്ടും വിളിക്കുക. ഈ സമയമാണെങ്കിൽ നന്ദു ഫോൺ എടുക്കാതെ സഹിച്ച് ക്ഷമിച്ചൊക്കെ ഇങ്ങനെ കിടക്കുക.
നന്ദുവിന് എടുക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, അനിയോട് ഒരുപാട് ഇഷ്ടവുമുണ്ട്. പക്ഷേ അനാമിക നടുവിൽ നിൽക്കുന്നതുകൊണ്ട് നന്ദുവിന് ആകെ മൊത്തത്തിലൊരു ടെൻഷൻ. എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദു ഒന്നും മിണ്ടാതെ കിടക്കുക. ഈ സമയമാണെങ്കിലും എനിക്കാണെങ്കിലും മടുത്തു. ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ എൻ്റെ കോൾ എടുക്കുന്നില്ല. സാരമില്ല, ആർക്കും എന്നെ വേണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനെയാണ്. നേരം വെളുത്തു. ദേവയാനെ അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കുളിച്ച് റെഡിയായി നയനെ അങ്ങ് ചെല്ലുക. ആഹാ, നേരത്തെ എഴുന്നേറ്റ മോളെ. എന്ത് ചെയ്യാനമ്മേ, നേരത്തെ എഴുന്നേക്കണ്ടെന്ന് വിചാരിച്ചാൽ കിടക്കുന്നേ. പക്ഷെ എന്നും എഴുന്നേക്കുന്ന ആ സമയമാകുമ്പോൾ ഉറക്കം അങ്ങ് തെളിയും. അതുകൊണ്ട് ഇങ്ങ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നതാ. അത് കേട്ടതും എന്നാലും ഒരുപാട് ഉറക്കം നിന്നതല്ലേ, അങ്ങനെയുള്ളപ്പോൾ മോളെന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് വിഷമിച്ച് ഇങ്ങനെ നടക്കുന്നതേ, ഇങ്ങനെ ഉറക്കം കളയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് കേട്ടോ, സാരല്ലമ്മേ, അത് എനിക്ക് ശീലമായതുകൊണ്ടല്ലേ. എത്രയൊക്കെ ശീലമായാലും ഇനി പോകെ പോകെ അതിങ്ങനെയാവും. പിന്നെ മോളെ, ഞാൻ മോളോടൊരു കാര്യം പറയാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ അമ്മേ? അതെ, ചന്തുമോളെ ഞാനും ചേട്ടനും ഞങ്ങളുടെ അടുത്ത് മാറ്റിക്കിടത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്കിടയിൽ ചന്തുമോള് നിങ്ങൾക്കൊരു ശല്യമാവാതിരിക്കാനാ. അത് ഞങ്ങൾക്കറിയാമേ. ചന്തുമോള് വന്നു എന്ന് കരുതി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. എനിക്കും ഒരമ്മയാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം അതിനൊരു ഭാഗ്യം തരാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. മോളെ, എന്തായാലും ആ ഡോക്ടറെ കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഡോക്ടർ തന്ന മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദൈവം കൂടെ തീരുമാനിക്കണമല്ലോ അമ്മേ. ദൈവത്തിൻ്റെ തീരുമാനമല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് കേട്ടത് അത് ശരിയാണ്. എന്തായാലും സാരമില്ല. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ മരുന്നൊക്കെ എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശരി അമ്മേ, അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, അതിലെനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിക്കുക. പിന്നെ അതൊക്കെ ശരിയാണ്. ചന്തുമോളെ മാത്രം സ്നേഹിച്ചിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടെന്ന് വിചാരിക്കരുത്. അയ്യോ, ഒരിക്കലും ഇല്ലമ്മേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അമ്മയാകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ദൈവം ഭാഗ്യം തരില്ലെന്നുള്ളൊരു വേദന മാത്രമേ ഉള്ളൂ. പിന്നെ മോക്കറിയാലോ, എനിക്ക് ആദർശിൻ്റെയും അനിയുടെയും കുഞ്ഞിനെ ലാളിക്കാനാണ് ഇഷ്ടം. പക്ഷേ എനിക്കിപ്പോൾ അടുത്തൊന്നും അത് സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അവൻ അനാമികയുടെ അടുത്തേക്ക് പോലും ഒന്നും പോകുന്നില്ല, അവളെ ഒന്നും നോക്കുന്നു പോലുമില്ല. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം എങ്ങനെ ഒരു വിധി തന്നു. എന്നാലും ശ്രമിക്കണം, പരമാവധി ശ്രമിക്കണം കേട്ടല്ലോ. ശരിയമ്മേ. ചന്തുമോള് നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ചന്തുമോളെ ആട്ടിപ്പയക്കുക. നവ്യ തല്ലുന്നില്ലെന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. ചന്തുമോക്ക് കളിക്കാനും കൂട്ടിനുമായിട്ട് ഒരു കുഞ്ഞുണ്ടാവുന്നത് നല്ലതല്ലേ മോളെ? അതൊക്കെ എനിക്കറിയാമേ, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ദൈവം തരട്ടെ, അതല്ലേ പറ്റൂ. എന്നാൽ പിന്നെ അധികം താമസിക്കേണ്ടതാ. ചായ എടുത്ത് ആദർശിന് കൊണ്ട് കൊടുക്ക്. ശരിയമ്മേ. അങ്ങനെ കപ്പിൽ ചായ ഒഴിച്ച് നയന റൂമിലേക്ക് പോവുക. ഈ സമയം ആദർശ ഡിസൈന് നോക്കിയിരിക്കുക. പാതിരാത്രി മുഴുവനും ഉറക്കം കളിച്ചിരുന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം നേരം വെളുക്കി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അടുക്കളയിലും കയറിയോ? അത് പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ ഉറക്കം പോയി ആദർശേട്ടാ, അതുകൊണ്ട് എഴുന്നേറ്റ് പോയി ചായ ഇട്ടതാ എന്നും നയന പറയുക. അത് കേട്ടത് എന്നാലും ഇങ്ങനെ ഉറക്കം കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ല, എങ്ങനെയുണ്ട് ഡിസൈൻ എന്നും ചോദിക്കുക. അപ്പം നീ ആ ചായ അവിടെ വയ്ക്കുക. അപ്പോൾ നയന ചായ അവിടെ വയ്ക്കുക. ചൂടാറോ ആദർശേട്ട, കുടിക്കേ, അതാറുന്നെങ്കിൽ ആറട്ടെ, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് നയനയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നയന എന്തു പറ്റിയെന്ന് ഉമ്മയൊക്കെ തരുന്നേ? അതെ, ഈ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ മൂർത്തീസ് ജ്വല്ലറിൻ്റെ വളർച്ച ഒരുപാട് മുകളിലെത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ ഒരു കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇനി ആ ഡോക്ടറിൻ്റെ ചികിത്സ വേണ്ട, വേറെ ഡോക്ടറെ കാണാം എന്നും ആദർശ് പറയുക. ശരി ആദർശേട്ടാ, അങ്ങനെയൊക്കെ ചെയ്യാം. ആദർശേൻ്റെ ഇഷ്ടം പോലെ. ഇപ്പം അമ്മയും അത് പറഞ്ഞതേ ഉള്ളൂ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിനിടയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന എല്ലാവരുടെയും പേടി. അതുകൊണ്ട് അത് ചിന്തിച്ചേ മതിയാവും കേട്ടല്ലോ. ശരി ആദർശേട്ടാ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിൽ ഒരു സങ്കടമില്ല, എല്ലാം ആദർശേട്ടൻ്റെ തീരുമാനം പോലെ എന്നും നയന പറയുക. ഇത് കേട്ടതും നമ്മുടെ ആദർശന് ഒരുപാട് സന്തോഷമായി. ചന്തുമോള് വന്നതിന് ശേഷം നമ്മളൊരു കുഞ്ഞിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല എന്ന് ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. അതിനൊരു തിരിച്ചടി കൊടുക്കണം, അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യണം, മനസ്സിലായല്ലോ എന്നും പറയുക. അത് കേട്ടതും ശരി ആദർശേട്ടാ, നമ്മൾക്ക് ഡോക്ടറെ മാറ്റി പിടിക്കാം. മരുന്ന് കഴിച്ചിട്ട് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഡോക്ടറെ കാണാം, അതായിരിക്കും നല്ലത്. അമ്മ ഇപ്പം അതെന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുക. അപ്പം നമ്മുടെ ആദർശിന് സന്തോഷമാവുക. പിന്നെ നമുക്ക് എല്ലാ ഭാഗ്യവും ദൈവം ഒരുമിച്ച് തരില്ലല്ലോ നയനെ. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നു. കൈ നിറയെ കാശ്,
ഇട്ട് മൂടാനുള്ള സ്വത്ത്, സന്തോഷം, സുഖം എല്ലാം. പക്ഷേ എന്തെങ്കിലും ഒരു കുറവ് ദൈവം മാറ്റി വയ്ക്കുമല്ലോ. നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? സാരമില്ല ആദർശേട്ടാ, അങ്ങനെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ദൈവം ഒരു മുത്തുമണിയെ കൊണ്ട് തന്നില്ലേ ജീവിതകാലം മുഴുവനും സ്നേഹിക്കാൻ, അത് മതി നമുക്ക് എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോവുക. ഇത് കേട്ടതും ആദർശിന് സന്തോഷമാവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.